ജീൻസിന്റെ ഷോർട്ട് ടോപ്പ് തന്നെയാട്ടോ നമ്മുടെ അടുത്ത വീഡിയോയും. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റയോൺ ഫാബ്രിക്കിനകത്തേക്കാണ് വന്നേക്കുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്കിലേക്ക് പ്രിൻസസ് കട്ടും കൂടിയാണ് പാറ്റേൺ വന്നേക്കുന്നത്. സ്ലീവ്സ് ആണെങ്കിലും നമ്മുടെ ഒരു എൽബോ സ്ലീവ്, ഫ്ലാപ്പ് ബട്ടൺ ഒക്കെ വന്നിട്ട് നല്ലൊരു കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ട്രാവലിങ്ങിനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലേക്കാണ് വന്നേക്കുന്നത്. ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഇട്ടേക്കുന്നത് ഒരു ആഷ് ആൻഡ് ഒരു വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഓഫ് വൈറ്റ് പ്രിന്റുകൾ അതിനകത്തേക്ക് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസ് കളർ ആയിട്ട് വന്നേക്കുന്ന ബ്ലാക്ക് ആണ്. കോളർ നെക്ക് പാറ്റേണിലേക്കായിട്ട് രണ്ടും വന്നേക്കുന്നത്. ഫ്രണ്ടിലേക്കായിട്ട് ഷോ ബട്ടൺസ് വരുന്നുണ്ട്. ഈ ഫസ്റ്റിലത്തെ ഒരു ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മുടെ കഴുത്ത് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പോർഷനിലേക്ക് വരുന്നത് ഇങ്ങനെയാണ്. ബ്ലാക്കിൻ്റെ വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പിങ്ക് ഒക്കെ ആയിട്ട് അതിനകത്തേക്ക് പ്രിന്റുകൾ വരുന്നത് ഞാൻ ഇട്ടും കൂടെ കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ വന്നേക്കുന്നത് 599 റേറ്റിലേക്കാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് നമുക്ക് കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്ന സൈസ് എക്സൽ സൈസാണ്. പിന്നെ റയോൺ ഫാബ്രിക് ആയതുകൊണ്ട് വാഷ് ചെയ്യുന്നത് കുറച്ച് ഷ്രിങ്ക് ആവുകയും ചെയ്യും. അപ്പോൾ സാധാരണ നിങ്ങളൊരു കുർത്തീസ് ഒക്കെ എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ഫ്രീ സൈസിലേക്ക് കിടക്കാനും പിന്നെ റയോൺ ആയതുകൊണ്ട് കുറച്ച് നമുക്കൊരു ഒട്ടി കിടക്കുമല്ലോ മേത്തോട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സൈസ് വലുതെടുക്കുന്നതായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ നെക്സ്റ്റ് ഷെയ്ഡ് കൂടി ഇട്ട് കണ്ടാൽ അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ബ്ലാക്ക് ഇട്ടിട്ടുള്ള ആ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാട്ടോ. ഇതിനകത്തേക്ക് ഒരു പിങ്ക് കളറിലെയാണ് പ്രിന്റുകൾ വന്നിരിക്കുന്നത്. പ്രൈസ് നമ്മൾ വന്നിരിക്കുന്നത് 599.